ഹലോ ഗൈസ്, ഗുട്ടൻ ടാഗ്. ഒരു സൈക്ലിങ്ങിന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ കാണുന്നത്. ബെർലിനടുത്തുള്ള ബ്രാൻഡൻബർഗ് സ്റ്റേറ്റിലെ ഒരു സ്ട്രോബെറി ഫാമാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങൾ 4 പേരും കൂടിയാണ് ഈ ഒരു റൈഡ് പോകുന്നത്. ഇവിടെ വന്നിട്ട് ചെറിയ ചെറിയ റൈഡൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇത് ആദ്യമായിട്ടാണ് കുറച്ച് ലോങ് പോകാൻ തീരുമാനിക്കുന്നത്. ലോങ് എന്ന് പറയുമ്പോൾ ഒരു 40 കിലോമീറ്റർ. സൈക്കിൾ ഓട്ടാനുള്ള എനർജിയും പാക്ക് ചെയ്താണ് ഞങ്ങൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അവിടെ പോയി സ്ട്രോബെറി പിക്ക് ചെയ്യുന്നതിനേക്കാൾ ഒരു സൈക്കിൾ റൈഡ് എൻജോയ് ചെയ്യുകയായിരുന്നു ഞങ്ങളുടെ മെയിൻ ലക്ഷ്യം. ഇത് കണ്ടിട്ടൊരു വെറൈറ്റി ഇല്ലേ? പോകുന്ന വഴിക്ക് യാദൃച്ഛികമായി കണ്ടതാണിത്. സത്യത്തിൽ അതൊരു വർക്ക്ഷോപ്പ് ആയിരുന്നു. ഈ റൂട്ടിൽ കുറേയധികം വില്ലേജസ് കവർ ചെയ്യാനുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് സൈക്കിളൊക്കെ നിർത്തി വർത്താനമൊക്കെ പറഞ്ഞ് കാഴ്ചകളൊക്കെ കണ്ട് വളരെ എൻജോയ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു റൈഡ് പോയത്. പോകുന്ന വഴിക്ക് കുറേ പഴയ ബിൽഡിങ്ങുകൾ, കുതിര ഫാമുകൾ, പാടങ്ങൾ, അങ്ങനെ ഒരുപാടുണ്ടായിരുന്നു കാണാൻ. ഇടയ്ക്ക് സൈക്കിളിന്റെ ചെയിൻ ഒന്ന് ലൂസായെങ്കിലും അത് വളരെ പെട്ടെന്ന് തന്നെ ശരിയാക്കി ഞങ്ങൾ അവിടെ നിന്ന് അടുത്ത സ്ഥലം പിടിച്ചു. ഓട്ടോ ബാനുകളും മെയിൻ റോഡുകളും മൂടുവഴികളും ഇടവഴികളും ഒക്കെ പിന്നിട്ട് ഫൈനലി നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി. അവിടെ സൈക്കിളും ലോക്ക് ചെയ്ത് നേരെ സ്ട്രോബെറി പറിക്കാനുള്ള ഓട്ടമായിരുന്നു. നമ്മൾ വൈകിപ്പോയി എന്നൊരു സംശയം ഇല്ലാതില്ലായിരുന്നു. പക്ഷെ നമ്മൾ വൈകിട്ടില്ലായിരുന്നു. തലേ ദിവസം ഫാമിൽ വിളിച്ചപ്പോഴേ അവർ പറഞ്ഞിരുന്നു 8 to 12 ആണ് ഓപ്പണിംഗ് ടൈം. ബട്ട് അതിന് മുന്നേ വന്നാൽ നല്ലത്, ഇല്ലെങ്കിൽ സ്ട്രോബെറി തീർന്നു പോകുന്നു. നമ്മൾ എത്തിയപ്പോഴേക്കും 10 മണി കഴിഞ്ഞിരുന്നു. അതുപോലെ തന്നെ നല്ല തിരക്കും ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ആവശ്യത്തിലധികം എടുക്കാനുള്ള സ്ട്രോബെറീസ് അവിടെ ഉണ്ടായിരുന്നു. ഒരുപാട് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് സ്ട്രോബെറി അവൈലബിൾ ആയിരുന്നു. നമുക്ക് ആവശ്യത്തിനുള്ളത് നമ്മൾ എടുത്ത് അതിൻ്റെ വെയിറ്റ് നോക്കി പേ ചെയ്ത് നമ്മൾ അവിടെ നിന്ന് ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ച് തിരിച്ച് മടങ്ങി. അവിടെ നിന്ന് സ്ട്രോബെറി കഴിച്ച് കുറച്ച് എനർജിയൊക്കെ സേവ് ചെയ്തിട്ടാണ് ഇറങ്ങിയത്. ഇനി കൊണ്ടുവന്ന പൊതിച്ചോറ് കഴിക്കാൻ പറ്റിയൊരിടം കണ്ടുപിടിക്കണം. ഫൈനലി ഞങ്ങൾ അങ്ങനെ ഒരു സ്ഥലം കണ്ടുപിടിച്ചു. എല്ലാവരും കൂടി ചേർന്നിരുന്ന് ആ ചോറ് പൊതിയൊക്കെ കഴിച്ചപ്പോൾ എല്ലാവർക്കും ഒരു നൊസ്റ്റാൾജിക് ഫീലായിരുന്നു. ഞങ്ങളെ 4 പേരെ സംബന്ധിച്ച് ഇത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിവിജയകരമായി നമ്മുടെ മിഷൻ അക്കംപ്ലിഷ് ചെയ്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി. അപ്പോൾ ഇനി ഒരു അടുത്ത വീഡിയോയിൽ കാണാം. ചൂസ്.